ഹലോ ഗായ്സ്, അപ്പം നമുക്കിന്നൊരു കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ? അതിനൊരു 3 കിഴങ്ങ് എടുത്തത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ ഇവിടെ കിഴങ്ങ് മെഴുക്കുവരട്ടി എന്നാണ് പൊതുവേ പറയാറ്. പക്ഷേ എന്നാൽ ചില സ്ഥലങ്ങളിൽ കിഴങ്ങ് ഉപ്പേരി എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന കിഴങ്ങ് എടുത്ത് റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞ് ഇങ്ങനെ അതിനെ പിന്നെ വീണ്ടും നീളത്തിൽ ഷേപ്പിലാക്കി അരിഞ്ഞെടുക്കുക കേട്ടോ. ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിയാമേ, അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാട്ടോ. ഞാനിതിനെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കുറച്ച് ചൂട് ചോറിൻ്റെ കൂടെ കുറച്ച് ചൂട് മെഴുക്ക് വരട്ടി, ഇച്ചിരി ചമ്മന്തി, ഇച്ചിരി അച്ചാറും കൂടെ ഒക്കെ കൂട്ടി എന്താ അന്തസ്സല്ലേ. അതിനുശേഷം അതിന് വേണ്ട കുറച്ച് സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാപ്പിലയും എല്ലാം ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി എടുത്തു. അതിനുശേഷം പാൻ ചൂടാക്കി പാനിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുവാണേ. കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയെല്ലാം കൂടി ഇട്ടൊന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കുവാണേ. അതിനുശേഷം അതൊന്ന് ചെറുങ്ങി മൂത്തതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും കൂടെ ആഡ് ചെയ്യുക കേട്ടോ. ഇത് അധികം അങ്ങോട്ട് മൂക്കല്ല കേട്ടോ, ഒരുപാട് മൂത്ത് ഒരു ബ്രൗൺ കളർ ആവണ്ട, എന്നാൽ ഇത്തിരി ഒന്ന് മൂക്കുകയും ചെയ്യണം, ഒരു മീഡിയം ലെവൽ കേട്ടോ. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഇത്തിരി കരിയാപ്പിലയും കൂടെ ആഡ് ചെയ്ത്, കരിയാപ്പില ഇല്ലാത്ത എന്ത് കറിയല്ലേ, കരിയാപ്പിലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതെന്താണെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ കരിയാപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി ഒന്ന് ആ എണ്ണയിലിട്ടൊന്ന് മൂപ്പിക്കുവാണേ. മുമ്പേ പറഞ്ഞ പോലെ ഒരുപാട് കരിഞ്ഞു പോവല്ലേ, കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു. പിന്നെ നമ്മുടെ പൊടികളായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഇത്രയും പൊടിയും കൂടെ ആഡ് ചെയ്യുക കേട്ടോ. ആ സവോളയിലേക്ക് പൊടി ഇടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, പൊടി ഒരു അളവിന് മാത്രമേ ഇടാവുള്ളൂ. കാരണം പൊടി ഒരുപാട് കൂടിപ്പോയാലും ആ ഒരു പൊടിയുടെ ടേസ്റ്റ് മുമ്പിൽ നിൽക്കും കേട്ടോ. പിന്നെ ഇത്തിരി മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്തു കേട്ടോ. എന്നിട്ട് നല്ലോണം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം പൊടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ കരിയാതിരിക്കാൻ വേണ്ടി ചെറിയ തീയിലിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണേ. അങ്ങനെ ഇളക്കിയതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കിഴങ്ങ് നല്ലോണം ആ മസാല പിടിക്കുന്നതും വരെ ഒന്ന് ഇളക്കി നല്ല വൃത്തിയിൽ ഇളക്കി കൊടുക്കുക കേട്ടോ. ആ മസാലയെല്ലാം കിഴങ്ങിൽ ഫുള്ള് പിടിക്കണം. അങ്ങനെ മസാലയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് അടച്ച് വെച്ച് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ അടപ്പൊന്ന് മൂടിയപ്പോഴത്തേനും അതൊന്ന് സെറ്റായിട്ടുണ്ട്, മസാലയെല്ലാം കിഴങ്ങിനൊന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് ഇത്തിരിയും വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കില്ല, ഒരുപാട് വെള്ളം ഒഴിച്ചാലും കിഴങ്ങിൻ്റെ ആ ഒരു ടേസ്റ്റ് പോകും. കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് ഒന്ന് വേവിക്കുവാണേ. അങ്ങനെ ഒരു വേവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് കേട്ടോ. എനിക്ക് ഒരുപാട് വേവിക്കുന്ന ഇഷ്ടമല്ല. അങ്ങനെ ആ മസാലയിലും ആ എണ്ണയിലൊക്കെ കിഴങ്ങ് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടല്ലോ. അങ്ങനെ കിഴങ്ങ് നല്ലോണം ഒന്ന് മൂത്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ കാണാൻ ഒരു രസമില്ലേ ഗൈസ്? അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യൂ കേട്ടോ.